വാർത്തകൾ തുടരുന്നു. പോലീസ് മർദ്ദനം ഉടൻ നടപടി വേണമെന്ന് CPM. പുതുവർഷാഘോഷത്തിന്റെ മറവിൽ 2 ദളിത് യുവാക്കളെ അകാരണമായി മർദ്ദിച്ച ചങ്ങരകുളം SIക്കെതിരെ ഉടൻ നടപടി വേണമെന്ന് CPM പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. ജ്യോതിദാസ്, C. രാഘവൻ, C. രാമകൃഷ്ണൻ, CS പ്രസന്ന തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഒരാൾ CPMന്റെ പ്രവർത്തകനാണ്, ഒരാൾ കോൺഗ്രസ് അനുഭാവിയാണ്. പിന്നെ രാഷ്ട്രീയം ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവരെ വീട് കയറി രാത്രി വലിയ കുറ്റവാളികളെയാണ് ഇങ്ങനെയൊക്കെ രാത്രി വളഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പിടിച്ചു കൊണ്ടുപോയി അവരവരെ വീട്ടിൽ വെച്ചിട്ട് മർദ്ദിച്ചു. അത് കഴിഞ്ഞ് ജീപ്പിലിട്ട് മർദ്ദിച്ചു. വീണ്ടും ഈ SI ഏണസ്റ്റ് ജോൺസൺ എന്ന പേരുള്ള ഒരു പോലീസുകാരൻ, ഇവർ രണ്ടുപേരും ഇതിൽ ഇൻവോൾവഡ് ആണ്. ഈ അടിയിൽ അവർ രണ്ടുപേരും വീണ്ടും മർദ്ദിച്ചു. ഇവർക്ക് വസ്ത്രം കൊടുത്തില്ല. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ അസോസിയേഷൻ്റെ ചില നേതാക്കൾ ഇടപെട്ടിട്ടാണ് രാത്രി കഴിഞ്ഞ് നേരം വെളുത്താൻ പോയി ചെന്നപ്പോഴാണ് ഇവർക്ക് വസ്ത്രം കൊടുത്തത്. അത് കഴിഞ്ഞ് ഇവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനും കോടതിയിൽ ഹാജരാക്കാനും തയ്യാറായില്ല. ഞങ്ങളൊക്കെ അവിടെ സ്റ്റേഷനിൽ പോയവരാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് പരമാവധി വൈകിച്ച് 5 മണി വരെ കൊണ്ടുപോയി ഒരു 5:10 മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് ഇവരെ ദേഹപരിശോധന നടത്തുകയും ഇവരെ പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെ ഗൗരവത്തിലുള്ളൊരു പ്രശ്നമായിട്ടാണ് CPMന്റെ ഏരിയ കമ്മിറ്റി കാണുന്നത്. ഞങ്ങൾ ഈ വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ഉത്തരമേഖല IG കൃഷ്ണമൂർത്തിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ IG ചുമതലപ്പെടുത്തിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇവരെ ഒന്ന് പരിശോധിച്ച് ഒരു റിപ്പോർട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നത്തെ ഗ്രാമകാഴ്ചയിൽ സാഹസികത നിറഞ്ഞ സതീഷ് കുമാറിന്റെ ജീവിതാനുഭവങ്ങൾ. പേജ് വാർത്തയുടെ ഗ്രാമകാഴ്ച പങ്ക്തിയിൽ വളരെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ് സംപ്രേഷണം ചെയ്തു വരുന്നത്. വാർത്താ അവതരണത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ പങ്ക്തിയിൽ സതീഷ് കുമാർ എന്ന യുവാവിന്റെ സാഹസികതയാണ് പങ്കുവയ്ക്കുന്നത്. പൊന്നാനി ഫയർഫോഴ്സിൽ 7 വർഷമായി ജോലി ചെയ്തു വരുന്ന സാഹസികത കൈമുതലാക്കിയ മറവഞ്ചേരി സ്വദേശിയാണ് സതീഷ് കുമാർ. മറ്റു ഫയർഫോഴ്സ് ജീവനക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ കഥാപാത്രമായതിനാലാണ് ഗ്രാമകാഴ്ചയിൽ അർഹമായ സ്ഥാനം നൽകുവാനും പേജ് വാർത്ത തയ്യാറായത്. സർവീസിനിടയിൽ 18 മനുഷ്യജീവനുകളെയും അത്രത്തോളം മൃഗങ്ങളുടെയും ജീവൻ രക്ഷിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് സതീഷ് കുമാർ സംസാരിച്ചു തുടങ്ങിയത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സാഹസികതയിൽ താല്പര്യം കാണിച്ചിരുന്ന തനിക്ക് പട്ടാളത്തിൽ ചേരാനായിരുന്നു ആഗ്രഹമെന്നും എന്നാൽ ഈ ജോലിയിൽ എത്തിയതിൽ അഭിമാനമുണ്ടെന്നും ജീവിതയാത്രകൾ വിവരിച്ചുകൊണ്ട് സതീഷ് വിവരിച്ചു. നിരവധി സാഹസികാനുഭവങ്ങൾ സതീഷിന് വിവരിക്കാനുണ്ട്. പുതുപൊന്നാനിയിൽ മോഷ്ടാവായ യുവാവ് കിണറ്റിൽ വീണ സംഭവമാണ് ഏറെ ഞെട്ടലോടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു അനുഭവം. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ഓടുന്നതിനിടയിലാണ് ഇയാൾ കിണറ്റിൽ വീണത്. മണിക്കൂറുകളുടെ പരിശ്രമത്തിന് ശേഷം മോഷ്ടാവിനെ രക്ഷിക്കുകയും ചെയ്തു. പൊന്നാനിക്കാരെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. സംഭവം നടന്നാൽ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ടെങ്കിലും ചില അത്യാഹിതങ്ങൾ നടക്കുമ്പോൾ നാട്ടുകാരുടെ ആവേശം ജോലിയെ ബുദ്ധിമുട്ടിക്കാറുണ്ടെന്ന സത്യവും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇയാൾ വ്യക്തമാക്കുന്നു. ഭാര്യ സ്മിതയും മറ്റു കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും പൂർണ്ണ പിന്തുണ നൽകി വരുന്നതായും നഗരക്കാഴ്ചയോട് ഈ സാഹസികൻ വിവരിച്ചു. പൊന്നാനിക്കാരുടെ രക്ഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഫയർഫോഴ്സിലെ ജീവനക്കാരനാണ് സാഹസികനായ സതീഷ് കുമാർ. 18 മനുഷ്യജീവനുകളെയും 18 മൃഗങ്ങളെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഈ യുവാവിന് ഇതിനിടെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഗ്രാമക്കാഴ്ചയിൽ സതീഷ് കുമാറിൻ്റെ ജീവിതാനുഭവം നമുക്ക് പങ്കുവയ്ക്കാം. ഫയർമാൻമാരുടെ ജോലി സാഹസികമാണ്. പൊന്നാനിക്കാർക്ക് സതീഷ് കുമാർ എന്ന ഫയർമാനെ വളരെ സുപരിചിതമാണ്. ഒരു പേജ് വാർത്തയുടെ ആവശ്യമില്ലാതെ തന്നെ പൊന്നാനിക്കാർക്ക് അറിയാവുന്ന ഒരു മുഖമാണ് താങ്കളുടേത്. ഒരുപാട് സാഹസിക പ്രവർത്തനങ്ങളിൽ താങ്കളുടെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യജീവനും മൃഗങ്ങളുടെയും താങ്കൾ രക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ താങ്കൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു അനുഭവം ആദ്യമായൊരു പ്രേക്ഷകരോട് പങ്കാണ്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്ന പല രംഗങ്ങളുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ട് മനസ്സിൽ കാണുന്നത് ഒരു 3 സൈറ്റ്സാണ്. ഒന്നാമതായിട്ട് ഒരു കള്ളൻ അവിടെ MES കോളേജിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും ആഭരണം കവർന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ കിണറ്റിൽ വീണുണ്ട്. ആ കിണർ വളരെ ആഴമുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ആഴമുള്ള കിണറാണ്. അതിന് ഇടയ്ക്ക് പകുതി എത്തിയിട്ട് പിന്നെ റിങ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്ക് ഒരു ഹോളുണ്ട്, അല്ലെങ്കിൽ പൊത്തുണ്ട്. ഈ പൊത്തിനകത്തായിരുന്നു
ഈ കള്ളൻ ഇരുന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ സംഭവ സ്ഥലത്ത് പോലീസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്തുകയും അവിടുന്ന് ഈ കള്ളനെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തിയപ്പോൾ ഫസ്റ്റ് കള്ളൻ്റെ അടുത്ത് എന്തൊക്കെ ആയുധങ്ങളുണ്ടാവും നമുക്കറിയാൻ പറ്റില്ല. കള്ളനൊരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അത് നേരിടാനുള്ള ആത്മധൈര്യത്തോടെയാണ് ഞാൻ ചേർറോട്ടിൽ ഇറങ്ങിച്ചത്. അവിടെ ചെന്നപ്പോൾ കള്ളന് ഞാൻ മുഖാമുഖം നേരിട്ടു. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്കാണെങ്കിൽ നിന്നെ ഞാൻ എടുത്ത് മുകളിലേക്ക് കയറ്റാം, അല്ല ഒരു അറ്റാക്കിനാണെങ്കിൽ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വഴങ്ങി. ഞാൻ കയറൊക്കെ കെട്ടി അതിനുശേഷം അയാളെ മുകളിലേക്ക് കയറ്റി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പക്ഷേ അത് മീഡിയാസ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് ഒരു മന്ത്രി ഇവിടെ വന്നുകൊണ്ട് മീഡിയാസൊക്കെ അങ്ങോട്ട് പോരും. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വളരെയധികം പ്രശ്നം ഉണ്ടായിട്ടുള്ളത് നെയ്തല്ലൂർ ഒരു സംഭവമാണ്. നെയ്തല്ലൂർ തെങ്ങിൽ കള്ള് ചെത്താൻ വേണ്ടി ഒരാൾ കയറിപ്പോയി. അയാൾക്ക് അവിടെ വെച്ചിട്ട് പ്രഷർ അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അയാൾ ബോധം കെട്ടുപോയി. അപ്പോൾ അടുത്തുള്ള ആൾക്കാർ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അയാൾ അവിടെ വെച്ച് കെട്ടുണ്ടായി. അങ്ങനെ കെട്ടിയപ്പോൾ ഫയർഫോഴ്സിൻ്റെ ആവശ്യം വന്നു. ഫയർഫോഴ്സ് വന്ന് ഞങ്ങൾ ലാഡറൊക്കെ വെച്ച് കയറി കഴിഞ്ഞിട്ട് അയാളെ, പ്രത്യേകിച്ച് തെങ്ങിൻ്റെ മണ്ടയിൽ അധികം സ്ഥല സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അയാളെ പൊക്കി നമുക്ക് കയറിട്ട് കെട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നിർണായകമായ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ ഞാൻ പോലും താഴത്തേക്ക് പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അവിടെ. അപ്പോഴാണ് നമ്മുടെ സേഫ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലും. എങ്കിൽ പോലും അയാളെ എനിക്ക് അങ്ങനെ മുകളിൽ നിന്നും തെങ്ങിൻ്റെ ഉള്ളിൽ നിന്നും അയാളെ കയറിലിട്ട് രക്ഷിക്കെടുത്താൻ സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു പരിശീലനമൊന്നും നമ്മുടെ സർവീസിലില്ല. പക്ഷെ നമ്മുടെ സർവീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഡറുമ കയറുക, ഇറങ്ങുക, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു പരിശീലനം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കിണറുകളിൽ ഗുഹകളിലൊക്കെ പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് പോകാനുള്ള ട്രെയിനിങ് ഒന്നും നമുക്ക് തരുന്നില്ല. എക്സാക്ട്ലി നമ്മുടെ ഒരു മനോധൈര്യം കൊണ്ട്, പിന്നെ ചെറുപ്പത്തിൽ വെള്ളത്തിൽ കിടന്ന് കളിച്ചതിൻ്റെ ആ ധൈര്യം കൊണ്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നതാണ്. എനിക്ക് ആദ്യമായിട്ട് ഇവിടെ സ്റ്റേഷൻ ഓഫീസർ ശശിധരൻ സാറായിരുന്ന കാലത്ത് കിണറ്റിൽ നിന്ന് ഒരാളെ പെട്ടെന്ന് ഞാൻ രക്ഷിക്കുകയും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ആ പെർഫോമൻസ് കണ്ടിട്ട്, അതായത് അവിടുത്തെ നാട്ടുകാരൊക്കെ എന്നെ വളരെയധികം അഭിനന്ദിച്ചു. ഈ ഇടപ്പാളാണ് ഉണ്ടായിട്ടുള്ള സംഭവം. അതിനെനിക്ക് റിവാർഡ് തരികയുണ്ടായി. അതിനുശേഷം പിന്നെ പല പ്രവർത്തനങ്ങളും ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു സർവീസിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിവാർഡൊക്കെ തരുമ്പോൾ നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഉത്തേജനം കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ റിസ്ക് പോലും ഏറ്റെടുത്ത് തയ്യാറായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാവും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുറേ കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് നേരെ പൊന്നാനിയിലെ വന്നിട്ടുള്ളൂ. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഒരു സ്പോട്ടിലെത്തുമ്പോൾ ജനങ്ങൾ വളരെ സഹകരിക്കും ഞങ്ങളോട്. പ്രത്യേകിച്ച് ഞങ്ങൾ അവരെ രക്ഷിക്കാൻ ചെല്ലുന്നു എന്നുള്ള ഒരു മനോഭാവമാണ് അവർക്കെപ്പോഴും. അതുകൊണ്ട് അവർ അകമഴിഞ്ഞ് ഏത് രീതിയിൽ നമ്മളെ സഹായിക്കാൻ കഴിയും ആ രീതിയിലെല്ലാം അവർ നമ്മളെ സഹായിക്കാറുണ്ട്. ഓരോ സ്പോട്ടിലും അത് നമുക്ക് ശരിക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളൊരാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ അഭിനന്ദനം കൊണ്ട് പൊതിയും. കാരണം അത്രയും നല്ല ഒരു പ്രവർത്തനമാണ് നമുക്ക് ഫയർ സർവീസിന് എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് തന്നെ സാഹസിക പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്ന ഈ യുവാവ് തൻ്റെ ജോലിയിൽ പൂർണ്ണ സംതൃപ്തനാണ്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കുന്നതും ഈ മനുഷ്യസ്നേഹിയുടെ ശീലമാണ്. പ്രിയ പത്നിയുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയാണ് എല്ലാ പ്രവർത്തനത്തിലെയും വിജയരഹസ്യമെന്നും സതീഷ് കുമാർ പറയുന്നു. ശരിക്കും ആർമിയിലൊക്കെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ കോഴിക്കോടൊക്കെ. പ്രത്യേകിച്ച് സെയിലറുടെ ടെക്സ്റ്റൊക്കെ എഴുതിയിട്ട് എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഫോഴ്സിലോട്ട് പോകാനുള്ള താല്പര്യം ഉണ്ടായില്ല. പിന്നീട് ഞാൻ ടെഹരി ഡാം പ്രോജക്റ്റ്, ഇവിടെ സുന്ദർലാൽ ബഹുഗുണ ഒക്കെ ഇരിക്കുന്ന പ്രോജക്റ്റാണ്. അവിടെ ഞങ്ങൾ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു, 3 വർഷം. ആ സമയത്താണ് ഇതിൻ്റെ PSC ടെസ്റ്റും ഇതിൻ്റെ ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നെ അഡ്വൈസ് മെമ്മോ വന്നപ്പോഴാണ് ഞാൻ ഫയർ സർവീസിലേക്ക് വരാൻ കാരണം. ആ സമയത്ത് പോലും പഴയ കാലത്ത് ഞാൻ കിണറ്റിലൊക്കെ ഇറങ്ങി മണ്ണെടുക്കുക അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു കിണറ്റിലിറങ്ങുന്നതിനോട് ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ആ സൈറ്റിൽ ചെല്ലുമ്പോൾ എന്താണ് ഏറ്റവും പെട്ടെന്ന് അവരെ രക്ഷിക്കാൻ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കുമരനല്ലൂർ പോയപ്പോൾ അവിടെ ഞാൻ അനുഭവപ്പെട്ടത്, ഒരാൾ അകത്ത് കിടക്കുകയാണ്. ഞാൻ ഓടി അയാളുടെ അടുത്ത് വേഗം കയറിട്ട് ഇറങ്ങി ചെന്നു നോക്കുമ്പോൾ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. തേളുകളൊക്കെ വന്ന് കുത്താനുള്ള, അതായത് ഒരു പൊട്ടക്കിണറായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അയാളെ മെല്ലെ പൊക്കിയെടുത്ത് ചേർനോട്ടിലെടുത്ത് അയാളെ കയറ്റിയെടുത്തു. അങ്ങനെ ഞാൻ ഓരോ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പറ്റി ഞാൻ അന്വേഷിക്കാറുണ്ട് സ്വാഭാവികമായിട്ട്. അവർക്ക് എന്താണ് സിറ്റുവേഷൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നാളെ ഒരു പോത്തിനെ രക്ഷിക്കേണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് ഈ മൃഗങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവയെ രക്ഷിക്കാൻ വേണ്ടി അതിന് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവയെ രക്ഷിക്കാനാണ് എന്നുള്ള ഒരു ഭാവം വരുമ്പോൾ, പ്രത്യേകിച്ചും അവയ്ക്കും നമ്മളോട് ഒരു പ്രത്യേക, അതായത് പശുവിനൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകമായിട്ട് സ്മെല്ല് ചെയ്തിട്ട് നമ്മളുടെ തൊടയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കും.
അത് കഴിഞ്ഞ് നമ്മളതിനെ കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മളടുത്ത് ചെന്നാൽ അതിന് മനസ്സിലാവും, അതായത് ഇയാൾ നമ്മളെ രക്ഷിക്കാം. പ്രത്യേകിച്ച് ഒരു അറവുകാരനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ പശു അതിനെ റെസ്പോൺസ് ചെയ്യുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ രക്ഷിക്കാൻ ചെല്ലുന്ന ആളെ ഒരു പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാക്കും. മനുഷ്യനേക്കാൾ കൂടുതൽ മൃഗങ്ങളാണ് ഞാൻ രക്ഷിച്ചിട്ടുള്ളത്. എത്ര മൃഗങ്ങളെ? 18ഓളം മൃഗങ്ങളെ ഞാൻ രക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ 17ഓളം മനുഷ്യരെ ഞാൻ രക്ഷിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് വർക്കിനും അവർ നമ്മളോടൊപ്പം എപ്പോഴും ഒരു തോളോട് തോൾ ചേർന്ന് നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. സർക്കാരിൻ്റെ തലത്തിൽ സർക്കാർ മാക്സിമം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് പോലും സർക്കാർ നമുക്ക് വേണ്ടത് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ജോബ് ചെയ്യുന്നത് ശരിക്കും പണത്തിന് വേണ്ടിയല്ല, മറിച്ച് വളരെയധികം ആത്മസംതൃപ്തി ഞാനിതിൽ നിന്ന് നേടുന്നുണ്ട്. കുടുംബം, അതായത് 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. ഒരാൾ LKG പഠിക്കുന്നു, അഖിൽ കൃഷ്ണ ചെറിയ കുട്ടിയാണ്, അബ്ദുൽ കൃഷ്ണ. അപകടത്തിൽപ്പെടുന്നവരുടെ വിലപ്പെട്ട ജീവനുകളും സ്വത്തും സംരക്ഷിക്കാൻ ദൈവം ഈ യുവാവിന് എന്നും കരുത്ത് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജഡ്ജിമാർ ബുഷുമാരാകരുതെന്ന് KT ജലീൽ. പുതുവർഷത്തിലും ദുഃഖസ്മാരകമായി BM റെഗുലേറ്റഡ് കം ബ്രിഡ്ജ്. സദ്ദാമിന്റെ പരലോക വിജയത്തിനായി വിശ്വാസികളുടെ കൂട്ടപ്രാർത്ഥനയും നമസ്കാരവും തുടരുന്നു. സെവൻസ് ടൂർണമെന്റിന് ജനകീയ ഘോഷയാത്രയോടെ തുടക്കം. പോലീസ് മർദ്ദനം, ഉടൻ നടപടി വേണമെന്ന് CPM. ഇന്നത്തെ ഗ്രാമകാഴ്ചയിൽ സാഹസികത നിറഞ്ഞ സതീഷ് കുമാറിന്റെ ജീവിതാനുഭവങ്ങൾ. പേജ് വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.